നമസ്കാരം. തൃശ്ശൂരിൽ നടന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. പകുതി പെൻഷൻകാർക്ക് ഫുൾ പെൻഷൻ, പ്രത്യേകിച്ച് 58 വയസ്സൊക്കെ കഴിയുന്നവർക്കെങ്കിലും അത് നൽകണം എന്ന പ്രശ്നം, പെൻഷന്റെ കുടിശ്ശിക നൽകണം എന്ന ആവശ്യം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം വളരെ അനുഭാവപൂർവ്വം ഈ ഘട്ടത്തിൽ പരിഹരിക്കാൻ സർക്കാരിന്റെ മുമ്പിൽ മന്ത്രിമാരെന്ന നിലയിൽ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ തീർച്ചയായിട്ടും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ 2 മന്ത്രിമാരും തയ്യാറാകും. അക്കാര്യത്തിൽ വളരെ കുറഞ്ഞ മനസ്സാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്കുള്ളത്. അദ്ദേഹം ഈ പ്രതിസന്ധിയുടെ കാലത്തും 3000 രൂപ അധികമായി വർദ്ധിപ്പിക്കുന്നതിൽ ആവേശഭരിതനായി നിർബന്ധം പിടിച്ച ഒരു ജനപ്രതിനിധിയാണ് എന്ന ധാരണയോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ക്യാബിനറ്റിലേക്ക് അത് കൊണ്ടുവരാനും അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ എടുക്കാനും നമുക്ക് സാധ്യമാകും എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. മുതലാളിമാരുടെയും മൂലധനത്തിന്റെയും ഇച്ഛയുടെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ പത്രപ്രവർത്തകർക്ക് ഇന്ന് ജനസമക്ഷം അവതരിപ്പിക്കാനാകുന്നത്. ഇവിടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ആവേശോജ്വലങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പത്രപ്രവർത്തകർ എന്ന നിലയിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പകർന്നു നൽകിയ സമുജ്വല വ്യക്തിത്വങ്ങൾ ഇന്നും നമ്മുടെ സാംസ്കാരിക ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളായി ഉജ്ജ്വല കാന്തിയോടെ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവം കൂടി കേരളീയ സമൂഹത്തിനുണ്ട്. വളരെ വേദനയോടുകൂടി തന്നെ നാം കാണുകയാണ്. സെൻസറിങ്ങിന്റെ കാലം കൂടിയാണ്. പണ്ടും അനീതിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ അച്ചുകൂടങ്ങൾ കണ്ടുകെട്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പത്രങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വർത്തമാന കാലത്ത് 21ാം നൂറ്റാണ്ടിലെ ആദ്യവാദം പിന്നിടുന്ന ഘട്ടത്തിലും ജനാധിപത്യം മുന്നോട്ടാണോ പോകേണ്ടത് എന്ന് സംശയം തോന്നുന്ന നിലയിലുള്ള സെൻസറിങ്ങിന് വിധേയമാക്കപ്പെടുന്ന നാവുകളെയും മാധ്യമരംഗത്ത് നാം കാണുകയാണ്. എപ്പോഴും വാർത്തകൾ ഉണ്ടാകണമെന്നില്ല. വാർത്തകളില്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭസ്മം ഇങ്ങനെ എടുക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ച് മെനഞ്ഞെടുത്ത് വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു കാലം കൂടിയാണ്. വാസ്തവരഹിതമായ, വാസ്തവവിരുദ്ധമായ, സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത ധാരാളം വാർത്തകൾ ഉണ്ടാകുന്നു. ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കിയാണ്, സൃഷ്ടിക്കുകയാണ്. നന്നായി നടക്കുന്ന മാധ്യമ പ്രവർത്തനത്തെ ഇല്ല എന്ന് പറഞ്ഞത് നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതൊരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ എന്തും റിപ്പോർട്ട് ചെയ്യാം, എന്തും പറയാം, അതിനൊരു ബേസും വേണ്ട. അത് ചെയ്യുന്ന റിപ്പോർട്ടറുടെ മേളിലിരിക്കുന്ന ആളുകൾക്ക്, ഡെസ്കിലിരിക്കുന്ന ആളുകൾ ഇതെന്താണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വാർത്തയാവും. ഇല്ലാത്ത വാർത്ത ഉണ്ടാകാൻ പറ്റും. ഗൗരവതരമായ ആലോചിക്കണം. ഒറ്റ പ്രശ്നമുള്ളൂ, കുറേ ആളുകളെ പ്രയാസപ്പെടുത്താൻ പറ്റും, പ്രതിസന്ധിയിലാക്കാൻ പറ്റും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ലോസായിരിക്കും, വിശ്വാസ്യത. ആരും വിശ്വസിക്കാത്തൊരു കാലം വരും. അപ്പൊ എല്ലാവരും നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാലത്താണ്. അപ്പൊ ഇൻഫർമേഷൻ നെറ്റ്വർക്കാണ്, അതല്ല മീഡിയ എന്ന് പറയുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഉറപ്പായി നിങ്ങളുടെ കഴിച്ചില്ല, അതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനു മുമ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രിയോട് അടക്കമുള്ള ആളുകളോട്, ഗവൺമെന്റിനോട് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഉയർത്തണം എന്ന് പറയാം. ഇത് ആശ്രിത പെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് തന്നെ കണ്ടപ്പോൾ സങ്കടം. 4500 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന കാലത്ത് 50% കൊടുത്തിരുന്ന 2250 രൂപയാണ് ഇപ്പോഴും ആശ്രിത പെൻഷൻ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാര്യമാണ്. അതെന്തായാലും പരിഹരിക്കപ്പെടണം. അതുൾപ്പെടെയുള്ള സീനിയർ ജേർണലിസ്റ്റ് ഫോറം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, കിട്ടാവുന്ന അവസരങ്ങളിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഒരാളായി കൂടെ ഉണ്ടാകും എന്ന് മാത്രം വിനയമത്സരം പറഞ്ഞുകൊണ്ട്
എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. മാധ്യമശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമം എന്ന് പറയുന്നത് ശബ്ദമാണ്. മാധ്യമ പ്രവർത്തകന്റെ ശബ്ദമാണോ? അല്ല. മാധ്യമ പ്രവർത്തകൻ ഒരു നാക്ക് മാത്രമാണ്. ആ ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. അപ്പൊ മാധ്യമ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ശക്തിയാണ്. There is no other power. ജനങ്ങളുടെ പവർ ഇല്ലെങ്കിൽ മാധ്യമമില്ല, ജുഡീഷ്യറി ഇല്ല, എക്സിക്യൂട്ടീവ് ഇല്ല, ഒന്നുമില്ല. ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജോലി ചെയ്യുക. ഐ എം നോട്ട് ഇൻ ഫേവർ ഓഫ് എനി കേസ് ബീങ് ടേക്കൺ ഇൻ അഗൈൻസ്റ്റ് ഓർ ഫോർ അഗൈൻസ്റ്റ് എ ജേർണലിസ്റ്റ്. മാധ്യമ ശക്തി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ശക്തിയാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ശക്തി എന്താണ്? ജനങ്ങളുടെ ശക്തിയാണ്. ജനങ്ങൾ ആരാണ്? ജനങ്ങളാണ് സോവറൻ. ചന്ദ്രകളവും